ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിക്കൻ പുട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ്റെ മസാല ഉണ്ടാക്കണം. അങ്ങനെ ഒരു പാത്രം ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു ഉള്ളി നൈസായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റും 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലോണം വാട്ടി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് എരിവിനുള്ള 2 പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വാട്ടി കൊടുക്കുക. അത് നല്ലോണം വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകവും പിന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇത് ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായതാണ്. അങ്ങനെ ചെറിയ പീസ് കൈയോടെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ആ പീസും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പുട്ടിന് കുഴച്ചിട്ട് വെച്ചിട്ടുണ്ടായിന് അജ്മി പുട്ടുപൊടിയാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പുട്ടിൻ്റെ ചില്ലിട്ട് കൊടുത്തതിന് ശേഷം ഇതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയുന്ന കാര്യമൊന്നുമില്ലേ. നമുക്ക് ഈ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുക. തേങ്ങയ്ക്ക് പകരം മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. കറിൻ്റെ ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ചിട്ട്. ഇതിൻ്റെ ചാറ് ഇതെല്ലാം തന്നെ പുട്ടിലിറങ്ങുമ്പോൾ പുട്ടിന് നല്ലൊരു ഫ്ലേവറും കിട്ടും. പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ പുട്ടിൻ്റെ ആദ്യം മസാല ഇട്ട് കൊടുക്കുക, പിന്നെ പുട്ടിൻ്റെ മാവ് ഇട്ട് കൊടുക്കുക, പിന്നെ മസാല ഇട്ട് കൊടുക്കുക, പിന്നെ പുട്ടിൻ്റെ മാവ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരാളെ കുറ്റി വലുതും ചെറുതെല്ലാം ഉണ്ടാവുമല്ലോ, അതങ്ങനെ വരുന്നതിൽ അതന്നെ റിപ്പീറ്റ് ആക്കുക. എന്നിട്ടാകുമ്പോൾ പുട്ടിൻ്റെ വെള്ളം തളിച്ചിട്ടുണ്ടായിന് കുറ്റി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. പുട്ടിന് ആവി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. പുട്ടിന് ആവി വന്നതിന് ശേഷം ഇതേപോലെ പുട്ടെടുത്തിട്ട് മാറ്റുക. അടിപൊളി ടേസ്റ്റാണ്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഞാനപ്പോൾ ഇത് 3 കുറ്റി പുട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.